Sir, 36 36 square A B. square B ആണോ? 36 a square b വന്നു. -16 a square b വന്നു. വേറെ ആൻസേഴ്സ് ഉണ്ടോ? വേറെ ആൻസർ 10 a square B. 10 a square b വന്നു. നോക്കാം. ഉം. ആ, ആ, നോക്കൂ, നമുക്ക് നോക്കിയാൽ ആൻസർ നോക്കിയാലോ. ഇവിടെ 16 a square b വന്നു. 10 a square. എന്തോ ആൻസർ അടിപൊളി. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ മക്കളെ കിട്ടുന്നത്? -23യും 16 a square. 16 a square b നോക്കാം. ഒരു സെക്കൻഡ്. തൊട്ട് -23 ഉണ്ട്, 26ഉം ഉണ്ട്. അപ്പോൾ -23യും 26ഉം നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് വലിയ നമ്പർ അല്ലേ? സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദി വലിയ നമ്പർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക നമ്മൾ? ഇവിടെ -23യും ഉണ്ട്, ഇവിടെ 26ഉം ഉണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. 26 - 23 3 എടുക്കും അല്ലേ? 3 a square b യും വേറെ ആരാ കുട്ടിയോടെ? -13 a square b. The correct answer is -10 a square b. Yes. അല്ലേ? ഇനി ഇവിടെ നോക്കി കുട്ടികളെ, ഇവിടെ നോക്കി 3 - 13. അപ്പൊ 3 - 13 പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. 3 - 13 പറഞ്ഞാൽ 3 + -13. അപ്പോൾ എന്താ? സബ്ട്രാക്ട് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയ നമ്പർ ഉണ്ട് അല്ലേ? അപ്പൊ എത്രയാ? -10 വരും. അതായത് -10 a square. അതാണ് ഇവിടെ ആൻസർ വരും. ഓക്കെ ആണോ കുട്ടികളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലെവൽ 1. അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങൾ ബേസിക്സ് ഉറപ്പാണെങ്കിൽ, ബേസിക്സ് ഈ അടിസ്ഥാന പാഠങ്ങൾ ഓക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് പഠിച്ചാലും 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എന്ത് പഠിച്ചാലും നിങ്ങൾ തലയിലിരിക്കണം കേട്ടോ. ഈ ഓൾജിബ്ര, ഇൻഡിജേഴ്സ്, പിന്നെ ഏതൊക്കെ നമുക്ക് സിമ്പിൾ ഇക്വേഷൻ, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത്, ഇനി ഞാൻ നോക്കുന്നു. -5a + 2b + 7. ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ടേംസ് എയും മാത്രമേ, ഇവർ രണ്ടുപേരും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവര് രണ്ടുപേരും മാത്രം എ ടേംസ് ഏതൊക്കെയാ? ഇതും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഇതെനിക്ക് ഒന്നുകൂടി എഴുതാം. എന്തുകൊണ്ടാ? -5a + 7a. 2b വേറെ ആൾക്കാരാണ്. 2b വേറെ ഏതോ ഒരാളാണ് കേട്ടോ. 2b വേറെ ഏതോ ആളാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഇവിടെ നോക്കിയേ, ഇവിടെ മുമ്പത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കിയാൽ മനസ്സിലാവും. x² 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 a² 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 xy xy xy. അപ്പൊ എല്ലാവർക്കും വേരിയബിൾസ് സെയിം ആണ് അല്ലേ? ഇവിടെ നിങ്ങൾ ഡി ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇവിടെ ഡി ചെയ്യുമ്പോൾ എന്താണ് വരിക? -5a + 7a എന്താ? 2a + 2b. ഇതാണ് ആൻസർ. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ചോദിക്കും, സാറ് 2a + 2b എനിക്ക് 4ab എന്ന് എഴുതിക്കൂടെ? പറ്റില്ല. അൺലൈക്ക് ടേംസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ വെക്കും. അൺലൈക്ക് ടേംസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ തന്നെ വെക്കും. ഓക്കെ, ഇനിയിപ്പോ വേറെ ക്വസ്റ്റ്യൻ. 16a + 7b - 4a എന്ന് ചെയ്താൽ നോക്കുക, ശ്രദ്ധിക്കുക. എ ടേംസ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ചെയ്യാവോ കുട്ടികളെ? ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരെ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. എന്ത് വരും? നാട്ടിൽ മഴയുണ്ടോ? 12a + 4a. 12a + 12a + 12A + 7B. 12a + 7b. അതായത് 16aയും -4a നമുക്ക് കൈകാര്യം ചെയ്യാം. ആൻഡ് 16a - 4a. 7b വേറെ വീട്ടിലാണ്, അപ്പൊ അവനെ അടുപ്പിക്കണ്ട. എക്സെപ്റ്റ് മതി കേട്ടോ. അപ്പൊ എന്താ മക്കളെ? 12a + 7b. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ.
മാത്സ് പ്രോബ്ലംസ് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്നുകൂടിയും പറയാൻ നോക്കും. ഇവിടെ ഇപ്പം നോക്കേണ്ട ഒരു കാര്യം ലൈക്ക് ടേംസ് ചെയ്തോക്കണം. 16a മൈനസ് 4a ലൈക്ക് ടേംസ് അല്ലേ? അപ്പൊ 16 മൈനസ് 4a എന്താ നമ്മളെ? അതാണ് ഞാൻ എഴുതിയത്. 16 മൈനസ് 4 എന്താ? 2a അല്ലേ? പിന്നെ വേറെന്താ? 7b. 7b 12a plus 7b. 7b അതേപോലെ എഴുതി. 7bക്ക് വേറെ കപ്പിളില്ല, കൂട്ടിന് ആരുമില്ല 7b. അപ്പൊ 7b ഒറ്റയ്ക്കാണ്. 7b ഒറ്റയ്ക്ക് എഴുതി. കേട്ടോ? മനസ്സിലായോ മോളെ? ഓക്കെ, എത്രാമത്തെ നമ്പറാ? 13. ആ, 4a²b. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ബുദ്ധി യൂസ് ചെയ്യണം. യോ, ബുദ്ധി. 4a²b minus 6ab² minus 10a²b. ഇതൊന്ന് സോൾവ് ചെയ്യാമോ? നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? നടക്കട്ടെ, പെട്ടെന്നട്ടെ. ഒരു കാര്യം ഞാൻ വേണം ഇപ്പൊ പറയാം. 6abc plus 8a²b. ഒരു കാര്യം ശ്രദ്ധിക്കും. ഈ a²bയും ab² സെയിം ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. a²bയും ab² രണ്ടും ഒരേ ആൾക്കാരാണോ? അല്ല. അല്ല, കാരണം ഇവിടെ നോ എക്സാക്ട്. ഇവിടെ a², ഇവിടെ a ആണ്. അവിടെ തന്നെ മാറി, ആൾക്കാർ മാറി, വേറെ വീട്ടിൽ. അപ്പോൾ നമ്മളിവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നതായിരിക്കുക 4a²bയും minus 10a²bയും. അപ്പൊ അവരെ ഒരുമിച്ച് ഞാൻ എഴുതാൻ പോകുന്നു. അപ്പൊ 4a²bയും minus 10a²bയും ഒരുമിച്ച് എഴുതി. ഇനി പിന്നെ ആരല്ലേ? minus 6ab² അല്ലേ? എന്നിട്ട് minus 6ab² എന്ന് എഴുതി. അതായത് മഞ്ഞ ഇതാണ്, ഫുള്ള് മഞ്ഞ. ഇതാണ് ആ ചോക്ക്. ഇനി സോൾവ് ചെയ്തേ നോക്കൂ കുട്ടികളെ. ഈ 6a²b minus 6ab². ഓക്കെ, ശരി, ഞാൻ അത് സമ്മതിക്കും. പക്ഷെ 6a²b ആണോ? 6a²bയില് വലിയ നമ്പർ ഏതാ? -10 അല്ലേ? 10 വലുത്. 10 സൈൻ മൈനസ് അല്ലേ? അതെന്തുകൊണ്ട് പറഞ്ഞില്ല കുട്ടികളെ നിങ്ങള്? minus 6ab² ഇതിന് പ്ലസ് മൈനസ് രണ്ടും സെയിം ആണ്. ഇത് ക്ലിയർ ആണോ? മനസ്സിലാവും? യെസ്. ആരോ എന്നെ വിളിച്ചു. എന്താ അനുഭവത്തെ? ഈ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തരുമോ? ഓ, തീർച്ചയായിട്ടും. ഇവിടെ നോക്കിയാൽ മതി. ആ മഞ്ഞ ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരേ ആൾക്കാരാണ്. എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ ഇവിടെ a²bയും ഇവിടെ a²bയും ആണല്ലോ. അപ്പോൾ ഈ മഞ്ഞ ആൾക്കാരെ ഞാൻ ഒരു പെട്ടിനുള്ളിലാക്കി. ഒരേ പെട്ടിനുള്ളിലാക്കി. പെട്ടി ഉദ്ദേശിക്കുന്ന ബ്രാക്കറ്റ് ആണ്, തെറ്റിദ്ധരിക്കല്ലേ. ഒരേ പെട്ടിയിലാക്കി. കാരണം അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് അല്ലേ? a²b ഒരേ വീട്ടിൽ നിന്നായിക്കൊണ്ട് അവരൊരു പെട്ടിയിലാക്കി. ആ പെട്ടിയിൽ 4 - 10 ആണ്. 4 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 + -10. Subtract and put the sign of greater number. Subtract ചെയ്യുമ്പോൾ 6 വന്നു. ഗ്രേറ്റർ നമ്പർ 10 നെഗറ്റീവ് ആയിക്കൊണ്ട് -6. അതുകൊണ്ട് എനിക്കിപ്പോ -6a²b വന്നു. ഓക്കെ, പിന്നെ ഈ ചോപ്പ് സിംഗിൾ പെർസെന്റ്. സിംഗിൾ പെർസെന്റ് എന്ത് ചെയ്യും? സിംഗിൾ അല്ലേ? ഓക്കെ. ഇനി 14ാമത്തെ വെച്ച് ഇത് മനസ്സിലാവുമല്ലോ കുട്ടികളെ? ഇത് ക്ലിയർ ആണോ? ഇത് വളരെ നിങ്ങളിപ്പോ 9ാം ക്ലാസ് തന്നെ 8ാം ക്ലാസ്. നിങ്ങൾക്ക് അറിയാം ഇതിന്റെ പ്രാധാന്യം അല്ലേ? ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. മനസ്സിലായില്ല? ആർക്കാണ് മനസ്സിലാവാത്തത്? ഏത് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തത്? 12 ആണോ 13 ആണോ? ഏതാ? 13 ആണോ? 13 നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്നറിയാം. ഞാൻ പറഞ്ഞത് ഈ a²bയും ഈ a²bയും ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരല്ലേ? ഈ a²bയും ഈ a²bയും ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരേപോലെ ആയിക്കൊണ്ട് അവരെല്ലാരും ഈ ഒരു മഞ്ഞ ബ്രാക്കറ്റിനുള്ളിൽ കൊണ്ടുവന്നു. ആണോ? ഈ ഒരു മഞ്ഞ ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ a²bയുടെ കൂടെ ആയിരിക്കണ്ടായിരുന്നത് 4 ഉണ്ടായിരുന്നു, -10 ഉണ്ടായിരുന്നു. ആ 4 ഉണ്ടായിരുന്നു, -10 ഉണ്ടായിരുന്നു. അപ്പൊ ആ 4ഉം -10ഉം ഉള്ള ആൾക്കാരെ ഞാൻ ഒരു പെട്ടിയിലാക്കി ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഈ മഞ്ഞപ്പെട്ടി. ഇനി 4 - 10 എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ?
4 പ്ലസ് മൈനസ് 10 അല്ലേ? ഏതൊരു നെഗറ്റീവ് നമ്പറിന് നമുക്ക് പ്ലസ് മൈനസ് ആക്കാം അല്ലെ? ഏതൊരു നെഗറ്റീവ് നമ്പറിന് നമുക്ക് പ്ലസ് മൈനസ് ആക്കാം. അപ്പോൾ -10നെ ഞാൻ പ്ലസ് -10 ആക്കി. ഇനി 4 പ്ലസ് -10 എന്താ? -6 അല്ലെ? ഇവിടെ റൂൾ എന്താ കുട്ടികളെ? ഇൻഡിജേഴ്സിൽ സബ്ട്രാക്ട് ആൻഡ് എന്താ കുട്ടികളെ? പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ അല്ലേ? അത് സബ്ട്രാക്ട് ചെയ്ത് വലിയ നമ്പറിന് സൈൻ ഇട്ടു. അവിടെ വലിയ നമ്പർ 10 ആയതുകൊണ്ട് 10ന്റെ സൈൻ നെഗറ്റീവ് -6. ഈ ചോപ്പ് എന്താ? ചോപ്പ് AB² AB² എവിടെയും കാണാനുണ്ടോ മോനെ? ഇല്ലല്ലോ. അപ്പോൾ സിംഗിൾ പെർസെന്റ് AB² ഇങ്ങനെ താഴത്തിൽ പോകുന്നത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ 7AB minus 6ABC plus 4AB plus 10ABC. ഒന്ന് സോൾവ് ചെയ്തു കുട്ടികളെ, ഒന്ന് സോൾവ് ചെയ്ത് കുട്ടികളെ. ഇതെന്താ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ? പെട്ടെന്നാട്ടെ. Six ABC, 10 ABC. 6ABCയും 10ABCയും കിട്ടുന്നില്ല. അല്ല, അതല്ല. ഒരു കാര്യം നോക്കിയാൽ മതി. ഇവിടെ നോക്കേണ്ടത് എന്താ കുട്ടികൾ? മറന്നോ? ഒരേ ആൽഫബറ്റ്സ് നോക്കിയാൽ മതി. ഒരേ ആൽഫബറ്റ്സ് ഇവിടെ ഇതാ 7AB 4AB അല്ലേ? അപ്പൊ അവര് രണ്ടുപേരും എന്താ മക്കൾ ചെയ്യേണ്ടത്? അവർ രണ്ടുപേരും ഒരു പെട്ടിനുള്ളിൽ എഴുതും. പ്ലസിന്റെ അപ്പുറത്ത്. ഇനി പിന്നെ വേറെ വീട്ടിൽ നിന്ന് ആരൊക്കെയുള്ള? ABC-യും 10ABC-യും. ഇവർ രണ്ടുപേരും ഒരേ വീട്ടിലല്ലേ? ഇവർ ഒരേ വീട്ടിലെ ആൾക്കാരെ വേറെ ബ്രാക്കറ്റ് ഉള്ളിൽ എഴുതും. അത് അടുത്ത പ്ലസ് ഇട്ടാൽ മതി. ഇന്നലെ വരിക അല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരോ? 7AB minus 6ABC plus 4AB plus 10ABC. ഒന്നുകൂടി പറയാം. 7AB minus 6ABC plus 4AB plus 10ABC. 3ABC, 4 3AB, 4ABC. 4ABC കറക്റ്റാ. 3AB എങ്ങനെയാ വന്നത്? 3AB എന്തായാലും വരത്തില്ല. ഇവിടെ നോക്കിയേ, 7AB അല്ലേ പ്ലസ് 4AB. ഇവിടെ ആരും നമ്മൾ ആഡ് ചെയ്ത പോലെ 7 പ്ലസ് 4 അല്ലേ? 7 പ്ലസ് 4 നമ്മൾ ആഡ് 11AB plus 4ABC. plus 4ABC. അതന്നെ. അതായത് ഇവിടെ -6 ഇല്ല, -6ABC plus 10ABC. 11AB, 4ABC. 11AB plus 4ABC. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞു തരണോ ആർക്കെങ്കിലും? ഓക്കെ ആണോ? -4 വരില്ല കുട്ടികളെ. ഒന്നുകൂടി പറയാം. ശത -4 വരില്ല കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, നോക്കേണ്ടത് 7ABയും 4ABയും ഈ പെട്ടിലായിരുന്നു. 7ABയും 4ABയും ഈ ബോക്സ് ആക്കി. ആ ബോക്സ് 7 പ്ലസ് 4 ചെയ്യുമ്പോൾ എനിക്ക് 11 വരുമല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഒരു പെട്ടിയിൽ എന്താ പറഞ്ഞു? -6 plus 10 നടക്കാം. സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റർ നമ്പർ. സബ്ട്രാക്ടിങ് എന്തൊരു 4 വരും. ഗ്രേറ്റർ ആരാ മക്കളെ? 10. അതിന്റെ സൈൻ എന്താ? പ്ലസ് 4. അങ്ങനെയാണ് പ്ലസ് 4ABC വരുന്നത്. ഒന്നുകൂടി നോക്കും. ഇവിടെ അൻപത് എന്താ ഡൗട്ട്? ഈ 4 എങ്ങനെ വന്നതാണോ? അൻപത് പേര് കൃഷ്ണ. ഓക്കെ, ഇവിടെ നോക്കും. 7ABയും 4ABയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 11AB കിട്ടും. -6ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 4 വന്നു. അതുള്ള സംഭവം കേട്ടോ. ഇൻഡിജേഴ്സ്, ബേസിക് ഇൻഡിജേഴ്സ് 15 -4x²y. എന്ത് x² വരാത്തെന്ന് കുറെ പേര് ചോദിക്കുന്നത്. x² വെച്ച് അതിന് എക്സാമ്പിൾ ഫൈൻഡ് x എന്നല്ലേ പറയാറ്. -4x² plus
7xy square minus 10x square plus 15xy square. ഒന്ന് സോൾവ് ചെയ്യൂ. ഹിബ പറയൂ. എന്താ ഹിബ? -4 വരില്ല നമ്മളെ. 4 അല്ലേ വരത്തുള്ളൂ ഹിബ. മൈനസ് മുമ്പത്തെ 14ാമത്തെ ക്വസ്റ്റിൽ -4 വരത്തില്ല, 4 വരത്തില്ല കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഇതിട്ടുണ്ട്, ഗൂഗിൾ ഷീറ്റ്. അതൊന്ന് പേര് 14 ആണ്. സൈൻ നോക്കൂ. ആ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് ഇട്ടുണ്ട്. ലിങ്ക് അല്ല, ബേസിക്കലി ഒരു ഡോക്യുമെന്റ് ഫയൽ. അത് നിങ്ങളുടെ പേരും ഒന്ന് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ യെസും, അല്ലെങ്കിൽ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യം യെസ് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മതി. ഓക്കെ. minus 14x square plus 22xy square. അല്ലേ? അതായത് ഒരേ വേരിയബിൾസ് നോക്കാൻ മതി അല്ലേ? അപ്പം എക്സ് സ്ക്വയർ ആരൊക്കെയാണ്? അതായത് -4x സ്ക്വയറും -10x സ്ക്വയർ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. മാത്സ് എങ്ങനെ പഠിക്കുന്നത്? ഇന്ന് വന്നു പഠിച്ചു അങ്ങനെയല്ല. ഇന്ന് വന്നു കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തു പഠിച്ചു. സോഷ്യൽ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് വന്നു പഠിച്ചു പോയി. മാത്സ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. മാജിക് പോലെ. മാജിക് നമ്മൾ എങ്ങനെയാണ് പതുക്കെ പ്രാക്ടീസ് അവസാനം സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ മാജിക് കാണിക്കും അല്ലെ? മാത്സും അതേപോലെയാണ്. മാത്സും അതേപോലെയാണ്. മാത്സ് നമ്മൾ എന്താ ചെയ്യാൻ അറിയോ? പ്രാക്ടീസ് അവസാനം എക്സാം നമ്മൾ മാജിക് ആയിട്ട് നമ്മൾ മാർക്ക് കാണിക്കും അല്ലെ? അതേപോലെ മാത്സ്. അപ്പൊ മാത്സിന് ഒറ്റ ദിവസം കൊണ്ട് എന്താ x square 22xy square. 6 അല്ല കൂട്ടാ, 6 അല്ല. സൈൻ നോക്കൂ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ വരുന്നത് +15xy square. അപ്പോൾ മഞ്ഞിൽ എന്ത് നമുക്ക് ആൻസർ? മഞ്ഞിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മഞ്ഞിൽ എന്താ നടക്കാൻ അറിയാം? നമുക്ക് -4 പ്ലസ് -10 ആണ്. -4 പ്ലസ് -10. അപ്പോൾ 2 നെഗറ്റീവ് സൈൻ വന്നാൽ എന്ത് ചെയ്യും? 2 നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? നെഗറ്റീവ് നമ്പേഴ്സ് സെയിം സൈൻ അല്ല. 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ and put the same sign. Okay, so that is equal to -14x square plus 22xy square. എന്താ ഇപ്പം കുറച്ച് ശരിയായിട്ടല്ലോ. -6 എങ്ങനെയാ വരുന്നത്? ആരാ ഷാദ? -6 എന്താ മോളെ? ഇവിടെ മോൾ നോക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ മോളെ -4 -10 ആണ്. അല്ല, -4 പ്ലസ് -10 രണ്ടും സെയിം സൈൻ ആണെങ്കിൽ എന്താ മോളെ ഷാദ? ആഡ് ആൻഡ് പുട്ട് ദ സെയിം സൈൻ അല്ലേ? അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 16. മാർച്ചിനൊക്കെ വായിക്കും. മാർച്ചിനൊക്കെ എന്തെങ്കിലും നമ്മൾ ആൻസർ പേപ്പറിനെ കാണാൻ ലുക്കാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ നമ്പർ? 16. 10ABC -16A square BC നോക്കട്ടെ ആർക്കും പ്ലസ് 14AB square C plus 3A square BC minus 10ABC minus 14AB square. ഒന്ന് ചെയ്ത് നോട്ടെ. സാറെ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി പറയണോ? ഓക്കെ, ഇതിന് ഞാൻ എഴുതിയിട്ടുണ്ട് 10ABC. ആദ്യം -16A square BC. രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താ? 14AB square C. നാലാമത്തെ പ്ലസ് 3A square BC. അഞ്ചാമത്തെ -10ABC. അഞ്ചാമത്തെ -10ABC. ആറാമത്തെ -14AB square C.
ചെയ്യും. Zero ABC, 20 AB square C, പോരട്ടെ? 10 A square BC. നമുക്ക് നോക്കാം ചേട്ടാ, എനിക്കെന്നെ കൺഫ്യൂഷൻ. ഇവിടെ ഒരേ വീട്ടിൽ നിന്ന് ആൾക്കാർ ആദ്യം കൊണ്ടുവരും. ഒരേ വീട്ടിൽ നിന്ന് ആയിരിക്കാം 10 ABC ഉണ്ട്, -10 ABC ഉണ്ട്. വേറെ വീട്ടിൽ നിന്ന് ഒരേ ആൾക്കാരാം -16 A² BC ഉണ്ട്, 3 A² BC ഉണ്ട്. വേറെ ആൾക്കാരായിരിക്കാം 14 AB² C, -14 AB²C. ഇതന്നെ ഒരേ ആൾക്കാർ. ഒന്നും വേണ്ട, ആൽഫബറ്റ്സിന്റെ പവർ മാത്രം നോക്കിയാൽ മതി അല്ലേ? ആൽഫബറ്റ്സിന്റെ പവർ മാത്രം നോക്കിയാൽ മതി, നമുക്ക് ടപ്പ് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ ഒരേ ബ്രാക്കറ്റ് നമുക്ക് എഴുതിയാലും ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ABC -10 ABC പ്ലസ് വേറെ ആരുടെ 16 A² BC പ്ലസ് 3 A² BC പ്ലസ് പിന്നെ ആരല്ല ബ്ലൂക്ക് എന്ന് പറയുമ്പോൾ 14 AB² C -14 AB²C. ഇങ്ങനെയാണ് വരിക അല്ലെ? ഇങ്ങനെ വരില്ല. ഇനി ദാറ്റ് ഇസ് 10 ABC minus 10 ABC 0. അത് 0 ആണ്. അതായത് നമുക്ക് ഇങ്ങനെ കട്ടായി പോകാലോ. നമ്മൾ മാത്സ് പഠിച്ചല്ലോ. അപ്പൊ 0 ABC പറഞ്ഞാൽ 0 ഇട്ടിട്ട് ആവശ്യമുണ്ടോ? 0 ABCയിൽ 0 ഇടേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ മഞ്ഞ പോയി. ഇനി ചോപ്പ് എങ്ങനെ ഡീല? ചോപ്പ് 16 ചോപ്പ് എങ്ങനെയാ? 16ഉം 3യും ആഡ് ചെയ്യുമ്പോൾ വരും നമുക്ക് 19 വരില്ലേ? 19 A² BC. 20 അല്ലേ? 16ന്റെ കൂടെ അല്ല, ഒരു തെറ്റ് വരുത്തില്ല. ആരും പാടില്ല. ഇത് -16 ആണ്. ഞാൻ അവിടെ മൈനസ് ഇടാൻ മറന്നുപോയി. ഷാദ പറഞ്ഞല്ലേ, മൈനസ് മറന്നല്ലോ. -16ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ? -16ഉം എങ്ങനെ ചെയ്യുമ്പോ -20 ആണ്? -16ഉം 3 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ? സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ? ഓണാന്ന് സബ്ട്രാക്ട് ചെയ്യും. 16 - 3 എന്താ? 13. ഗ്രേറ്റർ സൈൻ എന്താ? 16 സൈൻ എന്താ? നെഗറ്റീവ്. -13 അല്ല വരിക. -13 A² BC രണ്ടും കട്ടാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സാർ ഒന്നും കൂടി പറഞ്ഞല്ലോ. പറയാലോ. ഒരു ക്വസ്റ്റ്യൻ കൊടുത്തത് 17 14 A² B -16 AB² plus 4 AB -3 A² B plus 16 AB² -4 AB. 16ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ നോക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഭക്ഷണം തരാം. സോറി ഒന്നും വേണ്ട കേട്ടോ, മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റുന്നു. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നോക്കിയേ, ഞാനിപ്പോ ശ്രദ്ധിച്ചത് 16ാമത്തെ ക്വസ്റ്റ്യൻ ABC ആദ്യം കണ്ടുപിടിച്ചു. അത് ഇവർ രണ്ടുപേരാണ് ABC ഉള്ളത് അല്ലേ? അപ്പൊ അവരെ ഒരു മഞ്ഞ ബ്രാക്കറ്റ് നോക്കി 10 ABC - 10 ABC. ABCനെ ഒറ്റ ബ്രാക്കറ്റിൽ ഞാൻ ആക്കി 10 ABC - 10 ABC. പിന്നെ ആരാ? A² BC ചുവപ്പ്. A² BC അല്ലെ? A² BC. അപ്പോൾ എന്താ നടന്നത്? -16 A² BC 3 A² BC. അവിടെ -16 + 3 എന്താ? -16 + 3 പറഞ്ഞാൽ സബ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ഗ്രേറ്റ് നമ്പർ. അപ്പൊ -13 വരും. ആ -13 ആൻസർ എഴുതി. -13 A² BC. പിന്നെ എന്താ നടക്കുന്നത്? ബ്ലൂ 14 - 14 0 ആയിട്ട് വരും. അത് എഴുതേണ്ട ആവശ്യമില്ല. ടീച്ചിങ് ഇനി 17 ചെയ്യും.
ഓക്കെ സാർ മനസ്സിലായി. ആയോ? ചെയ്യൂ പെട്ടെന്ന് ചെയ്യാം അപ്പൊ തന്നെ ചെയ്യുന്നത് കുട്ടികളെ. ടപ്പ് ടപ്പ് കിട്ടിയ ആൻസർ ടപ്പ് ടപ്പ് നോക്കലോ. ഒരേ ആൾക്കാര് നോക്കും. ഒരേ ആൾക്കാര് 11a² b എന്നാണ് നാദ്യ പറഞ്ഞത്. ഫർഹാനും 11a² സ്ക്വയർ എങ്ങനെ ചെയ്ത് ഫർഹാൻ? പവർ 2 കറക്റ്റ് ഉണ്ടോ? 14a² b യും 6 ഇല്ല അല്ലല്ല 6 പിന്നെ ചെയ്ത മക്കളെ -3a² b അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? -16ab² 16ab² അല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇതിന്റെ PDF ആണ് നോട്ട്സിന്റെ ഈ ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായി നോക്കിയാൽ മതി കേട്ടോ. ലിങ്കും ഗ്രൂപ്പ് ഇടും. അപ്പൊ മക്കൾക്ക് ഹെൽപ്ഫുൾ ആവും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ടേംസ് അല്ലെ? ഈ ടേംസ് നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഈ ടേംസ് നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. 14a² b -3a² b. ഓക്കെ, പ്ലസ് 6 നോക്കാം 6 ശ്രദ്ധിക്കുക. -16ab² +16ab². പിന്നെ ആരത്? പിന്നെ 4ab -4ab എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതും ക്യാൻസൽ, ഇതും ക്യാൻസൽ. ഇത് നമുക്ക് അവസാനം കിട്ടും ഓക്കെ. ഹോംവർക്ക് തരാം കേട്ടോ ക്ഷേത. ശരി, ഓക്കെ. മനസ്സിലായില്ല ഇവയ്ക്ക്. ഇവിടെ ഒരു കാര്യം നോക്കാൻ വേണ്ടി 14 - 3 എന്താ? 11a². അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരേ ആൾക്കാരെ തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പൊ നോക്കി ശ്രദ്ധിക്കാം പ്ലീസ്. ഇവർ ഒരേ ആൾക്കാരാണ്. ഈ -14a² ഇവർ രണ്ടിനും കണ്ടോ? ഇവർ രണ്ടിനും പ്രത്യേകത എന്താ? ഇവർ രണ്ടുപേരും പ്രത്യേകത ഒരു ഈ മഞ്ഞയുടെ പ്രത്യേകത എന്താ? രണ്ടും a² b ആണ്. ഇനി ചുവപ്പെടുത്ത് നോക്കണം. അയ്യോ മറന്നുപോയി. ചുവപ്പിനെടുക്കാണെങ്കിൽ നോക്കി. ചുവപ്പിന് പ്രത്യേകത എന്താ? ചുവപ്പ് എല്ലാം ab² ആണ് അല്ലേ? ഇനി നീലനെടുക്കുകയാണെങ്കിലോ? നീലെല്ലാം വെറും ab ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഇനി ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നോക്കും. ശ്രദ്ധിക്കാം പ്ലീസ്. ഇവിടെ 14 - 3 എന്താ കുട്ടികളെ? ഇവിടെ 14 - 3 എന്താ? എന്തോ 14 - 3 14 - 3 എന്താ? 11. അതല്ലേ നമ്മുടെ ആൻസറിൽ 11a² b. ഇനി -16 +6 ആഡ് ചെയ്താൽ എന്താ? -16 +6 ആഡ് ചെയ്താൽ എന്താ നടക്കുന്നത്? രണ്ട് കട്ടായി കൂട്ടലേ. +0 വരും. അതേപോലെ +4ab -4ab. 4 - 4 എന്താ? 4 - 4 എന്താ? അതും 0. അവിടെയും 0 വന്നു. ഇത് മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ठीक है 11a². 11a² അതാണ് ഞാൻ എഴുതി. ഒരു ക്വസ്റ്റ്യൻ 18ാമത്തെ. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ, മറക്കണ്ട. 18ാമത്തെ ക്വസ്റ്റ്യൻ 4m² -6m² +7p² +-8m²
പ്ലസ് 7n² മൈനസ് 4 എന്താണ് ആൻസർ? പോരട്ടെ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ ജോയിൻ മൈ ട്യൂഷൻ കേട്ടോ. എല്ലാവർക്കും ഇതൊരു ട്രെയിൻ യാത്രയാണ്. നമ്മുടെ ട്രെയിൻ യാത്രയിൽ ഒരുമിച്ചായിരിക്കും നമ്മൾ 9th സ്റ്റാൻഡേർഡ് മൊത്തം കവർ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ആണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്കല്ല നിങ്ങൾ ഉത്തരം പറയേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടിനാണ് ഞാൻ ആൻസർ പറയേണ്ടത്. നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ സാർ ഇത് ഹോംവർക്ക് ആയി തരാലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാനൊരു ഫയൽ ഷെയർ ചെയ്യുന്ന അവിടെ പേരും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്യൂഷൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ പറയും. ഓക്കെ, ഷെയർ ഇത് സോൾവ് ചെയ്ത് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഹലോ, എന്താ നിങ്ങൾ കാർട്ടൂൺ Good കണ്ടിട്ട് class. വിട്ട് ക്ലാസ് ആണ്, തെറ്റ് ക്ലാസ് ആണല്ലേ? വേറെ ആർക്കാ ക്ലാസ്സിനെ പറ്റി ഒന്നും പറയില്ല? അവർക്കൊരു അഭിപ്രായമില്ലേ? Amazing class. അമേസിംഗ്. ഏത് ഹർഭജൻ സിംഗ് ആണോ? ഓക്കെ, ശരി. എന്താ എന്റെ മോനെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? താങ്ക് യു കേട്ടോ. അപ്പൊ ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ 4n² വേറെ വീട്ടുമാരാ, സെയിം വീട്ടുമാരാ, -8m². അപ്പോൾ ആ ആൾക്കാരെ ഞാൻ ഒറ്റ ബ്രാക്കറ്റ് നോക്കി, 4m² -8m² ഒറ്റ ബ്രാക്കറ്റിലും. പിന്നെ വേറെ വീട്ടുകാരെ അത് -4 വരും. എന്തെങ്കിലും പറയും. ഇവിടെ നോക്കിയേ, ഇവിടെ വരുന്നത് -6n² + 7n². പിന്നെന്താ വേണ്ടിയത് നമുക്ക്? മഞ്ഞ 7p² -7p². അപ്പോൾ 7p² -4p². പിന്നെ ഇവിടെ നോക്കി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ? 4 - 8. എന്താണ് 4 - 8? 4 - 8 മക്കൾക്ക് അറിയാം എന്താ? 4 + -8 അല്ലേ? പെട്ടെന്ന് എന്താ ഇപ്പൊ പറയുന്നത് അറിയോ? കുറെ കുട്ടികളുണ്ട്, പിന്നെ അത് മാത്രം കുറെ കുട്ടികളുടെ അല്ല, പോർഷൻ കുറച്ച് തീർക്കാണ്ട് 10 ദിവസം ഈ ബേസിക്സ് എടുത്ത് കൊടുക്കണ്ടേ അല്ലേ? അതാണ് സംഭവം കേട്ടോ. യൂട്യൂബിൽ നോക്കിയാൽ മതി. യൂട്യൂബിൽ നോക്കുമ്പോൾ പതുക്കെ നിങ്ങൾ റിമൈൻഡ് ചെയ്യാൻ പഠിക്കും. 4 - 8. 4 - 8 എന്താ? 4 + -8. അതായത് -4 and put the sign of greater number. അപ്പോൾ എത്ര കുട്ടികളെ നിങ്ങൾക്ക് ആൻസർ വരിക മക്കളെ? അതായത് -4n². 4m², 1m². -4. ഇനി ഇത് എന്താ വരിക? -6ഉം +7ഉം. -6ഉം +7 എന്താ? -6 + 7 1. 1n². 7 - 4 എന്താ? 3 അല്ലേ? 3. ഇനി നാളെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്ര നോക്കും. ഇത് ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും PDF കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഫയൽ ഷെയർ ചെയ്തിട്ട് അതിൽ പോയിട്ട് പേരും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം നോക്കും. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, ഞാനൊരു 10 വർഷം പഠിപ്പിക്കുന്നുണ്ട്. എനിക്കറിയാം കുട്ടികൾക്ക് എന്താണ് ആവശ്യം. കുട്ടികൾക്ക് വേണ്ടിയത് സാവധാനം ബേസിക്സ് ആണ്. അത് നമ്മളിവിടെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. വേറെ ഓൺലൈൻ ട്യൂഷനെ പോലെ പൈസയ്ക്ക് വേണ്ടി നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, 10 ദിവസം ഫ്രീ ക്ലാസ് എങ്ങനെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം വന്നാൽ മതി ട്യൂഷൻ. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നമ്മൾ വൃത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഫ്രീ ക്ലാസ് ആണോ? ഇത് ഫ്രീ ക്ലാസ് ആണ്. ഇത് 10 ദിവസത്തേക്ക് ഫ്രീ ക്ലാസ് ആണ്. ഒന്നും 5 പൈസ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ 7:30 നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്ര ഈ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരുന്നുണ്ടോ?
ഓക്കെ, ഈ ക്ലാസ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ യൂട്യൂബിലുണ്ട് കേട്ടോ മക്കളെ. അപ്പോൾ വണക്കം, നാളെ பார்க்கலாம். നാളെ ഇതേ ദിവസം ഇതേ സമയം കേട്ടോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay, goodbye. Thank you, sir. Good night. ഹാപ്പി വെക്കേഷൻ. ഹാപ്പി വെക്കേഷൻ. Thank you, sir. യെസ്, ഹാപ്പി വെക്കേഷൻ എവരിവൺ. ഹാപ്പി വെക്കേഷൻ. ബൈ. ബാക്കി Thank you, sir. Good night. ബൈ ബൈ. താങ്ക് യു മിൻഹ. ബൈ. എന്തായാലും ഒപ്പോ എന്താ പറഞ്ഞല്ലോ, ഒപ്പോ ഫസ്റ്റ് പേജ് ഒന്ന് കാണിക്കാമോ പ്ലീസ്? തീർച്ചയായും മോനെ. ഒപ്പോ ഞാൻ ഇത് എന്തെങ്കിലും ഗ്രൂപ്പിൽ ഇടും മോനെ. മോനൊക്കെ അറിയില്ല. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഇടും. ഓക്കെ, ഷെയർ ഹോംവർക്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ കേട്ടോ. ഈ ഫയൽ ഷെയർ ചെയ്യുമ്പോൾ വല്ല ഹോംവർക്ക് ഉണ്ടാവും. അപ്പോൾ നാളെ കാണാം കേട്ടോ എല്ലാവർക്കും. താങ്ക് യു. ഹാവ് എൻ അമേസിംഗ് നൈറ്റ്. ഗുഡ് നൈറ്റ്.